ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ എന്നുള്ള കാര്യം തനിക്കറിയില്ല എന്നാണ് AMMA എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് പറഞ്ഞത്. എന്നാൽ അതേ സംഘടനയുടെ തന്നെ വൈസ് പ്രസിഡൻ്റായ ജഗദീഷ് പറയുന്നു അത്തരത്തിലുള്ള ചില ദുരനുഭവങ്ങൾ ചില നടിമാർക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ നിലപാട് വേറെ, വൈസ് പ്രസിഡൻ്റെ നിലപാട് വേറെ എന്ന് പറഞ്ഞാൽ ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായ ഐക്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഭിപ്രായ ഐക്യം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ദിവസങ്ങൾ എടുത്തതിന് ശേഷം പ്രതികരണം വരുന്നത്. കാരണം ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും. അങ്ങനെ സംസാരിച്ച് ഒരു ധാരണയുടെ പുറത്താണ് അവസാനം ഇന്നലെ സമ്മേളനം നടത്തുകയും ആ സമ്മേളനത്തിൽ സംസാരിക്കുകയും ചെയ്തത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് വൈസ് പ്രസിഡൻറ്റിൻ്റെ അഭിപ്രായവും അതേപോലെ സെക്രട്ടറിയുടെ അഭിപ്രായം രണ്ടായിട്ട് കേരളത്തിന് കേൾക്കേണ്ടി വന്നു. കാരണം ഒന്ന്, ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് നിർമ്മാതാവിനോ സംവിധായകനോ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ പ്രമുഖനായിട്ടുള്ള നടന് ഇഷ്ടമില്ലാത്ത ഒരാളെയും ഒരു പടത്തിലും കയറ്റാനായിട്ട് തയ്യാറാവില്ലെന്ന്. അതൊരു ഹെജ്മണിയുടെ പ്രശ്നമാണ്, ഒരു അധികാര വാഴ്ചയുടെ പ്രശ്നമാണ്. അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരാൾക്കും അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനകത്ത് ഒരിടവും കിട്ടില്ല എന്നുള്ളതാണ്. അത് സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റെല്ലാ സംവിധാനങ്ങളിലും അങ്ങനെയാണ്. ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ആ സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് അധികാരം ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവർ പറയുന്നത് മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോൾ പാർട്ടിയിൽ പോലും അങ്ങനെയാണ്. പാർട്ടിയിലൊരു അഭിപ്രായം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പറഞ്ഞ ഒരാളെ പാർട്ടിയിൽ നിന്ന് പിടിച്ചവർ ചെവിക്ക് പിടിച്ച് പുറത്തിടും. CPM-ലേക്ക് എത്രയോ ആളുകൾ തന്നെയാണ് പുറത്ത് കളഞ്ഞിരിക്കുന്നത്. എല്ലാ പാർട്ടികളിലും അതുണ്ട്. കോൺഗ്രസ്സിൽ പിന്നെ അങ്ങനെ കളഞ്ഞാലും വരാനായിട്ടുള്ള വഴികളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെയും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഒരാൾ അധികാര നേതൃത്വത്തിലിരുന്നാൽ ആ അധികാര നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്നവരെ പുറത്ത് കളയുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ സംവിധാനങ്ങളുടെ പ്രശ്നമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ളൊരു ഡെമോക്രാറ്റൈസേഷൻ ഈ മേഖലയിലേക്ക് നടന്നാൽ മാത്രമാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും ആ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അംഗീകരിക്കാനും ആളുകൾ തയ്യാറാവുക. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു അർത്ഥം തന്നെ എന്ന് പറയുന്നത് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അത് നൽകപ്പെട്ടാൽ മാത്രമാണ് ജനാധിപത്യം അവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. സിനിമാ മേഖലയിൽ എന്ത് ജനാധിപത്യമാണ്? സിനിമാ മേഖലയിൽ ഒരു ചാക്ക് പണമായിട്ട് വരുന്നത് തന്നെ അവൻ്റെ പലതരത്തിലുള്ള താല്പര്യങ്ങൾ, പ്രത്യേകിച്ച് ഗൂഢതാല്പര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. സിനിമ എടുക്കാൻ നടക്കണമെങ്കിൽ സിനിമയോട് പ്രത്യേകമായിട്ടുള്ള പ്രതിബദ്ധത ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ. അവന് പണം വേണം, മാത്രമല്ല പണത്തിനോടൊപ്പം കിട്ടുന്നതായിട്ടുള്ള പെണ്ണും അതേപോലെ തന്നെ മദ്യമൊക്കെ അവന് ആവശ്യമാണ്. അതൊക്കെ കിട്ടുമെങ്കിൽ മാത്രമാണ് അവൻ പണം മുടക്കാനായിട്ട് തയ്യാറാവുന്നത്. അങ്ങനത്തെ ഒരു രീതിശാസ്ത്രം ഇതിനകത്ത് അവർ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹെജിമണി ഉണ്ട്. ആ ഹെജിമണിയാണ് ശരിക്കും പറഞ്ഞ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസം സൃഷ്ടിച്ചിട്ടുള്ളത്. എതിരഭിപ്രായം പറഞ്ഞ് വ്യത്യസ്തമായിട്ടുള്ള എന്ത് പറഞ്ഞാൽ അത് ആശയപരമൊന്നും ആവണമെന്നില്ല. അല്ലാതെയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ പുറത്തെറിയുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു രീതിയാണ്. അങ്ങനെ നിരവധി നടിമാർക്കും നടന്മാർക്കും പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യമാണ് സിദ്ദിഖ് മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ജഗദീഷ് തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല കണക്കാക്കേണ്ടത്. ആ അനുഭവങ്ങളെ എടുക്കുകയും പരിശോധിക്കുകയും നടപടിയെടുക്കേണ്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ശക്തമായിട്ട് വാദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ജഗദീഷ് കഴിഞ്ഞ ദിവസം ഈ പത്രസമ്മേളനം അവർ നടത്തി കഴിഞ്ഞപ്പോൾ ആ പത്രസമ്മേളനത്തിൻ്റെ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ ജഗദീഷാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു വിഷയത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും വളരെ സത്യസന്ധമായിട്ടുള്ള നിലപാടും വളരെ രൂക്ഷമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടത്താനായിട്ട് ജഗദീഷ് തയ്യാറായി എന്നുള്ളത്. എന്നാൽ സിദ്ദിഖ് അങ്ങനെയല്ല. അവരുടെ ഈ സംഘടനയിൽ അമ്മ എന്ന് പറയുന്നതായിട്ടുള്ള സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങളെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് വളരെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയാനായിട്ട്, എന്നുവെച്ചാൽ അവരൊക്കെ ഇതിനെ ഇൻക്ലൂസീവ് ആക്കി നിർത്തി അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായി അദ്ദേഹം മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അവിടെ വളരെ അൺപോപ്പുലറായി മാറിയത്. ജഗദീഷ് പക്ഷേ കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞു എന്ന തോന്നലാണ് പൊതുവേണ്ടത്. കാരണം എന്തുകൊണ്ട് താമസിച്ചു പോയെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി. എന്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് എന്ന ആളുകൾ ചോദിച്ചത് ശരിയാണ്. അപ്പോൾ സിദ്ദിഖ് പറഞ്ഞതാ, ഞങ്ങൾക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നു, ഷോ ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ജഗദീഷ് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ശരിയല്ല, അത് താമസിച്ചു പോയി, അതിൽ ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്.
അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഗൗരവമായി ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ പുറത്തു വരുന്ന സമയത്ത് അതിൻ്റെ നേതൃത്വം മറ്റുള്ളവരോട് ചർച്ച ചെയ്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. ആ നേതൃത്വത്തിൻ്റെ ചുമതല കൃത്യമായിട്ട് അതിനോട് പ്രതികരിക്കുകയും കൃത്യമായിട്ട് മറുപടി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് സംഘടനയെ സംവിധാനത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം. അതവർ ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തിരിച്ചറിയുകയും അതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു എന്നുള്ളത് ജഗദീഷ് നടത്തിയ ഒരു മുന്നേറ്റമാണ്. ആ സമയത്ത് പിൻവാങ്ങി ഒതുങ്ങി നിൽക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് സിദ്ദിഖ് എത്തിച്ചേരുകയും ചെയ്തു. സിദ്ദിഖ് സംഘടനയെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ജഗദീഷ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. ഈ സംഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി സിദ്ദിഖ് പത്രസമ്മേളനം നടത്തുമ്പോൾ കൂടെ ഇന്നത് ജോമോള്, അനന്യ, അതുപോലെ തന്നെ വിനു മോഹൻ എന്നൊക്കെ പറയുന്ന താരതമ്യേന ജൂനിയറായിട്ടുള്ള അല്ലെങ്കിൽ അപ്രസക്തരായ കുറേ ആൾക്കാരാണ്. സിദ്ദിഖ് വളരെ തന്ത്രപരമായി വളരെ ബുദ്ധിപരമായി ആലോചിച്ചെടുത്ത് പറയുന്ന പോലെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഈ പറയുന്ന സോക്കോൾഡ് ടൗണിൽ ചിത്രീകരിക്കുന്ന ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. എനിക്കതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ അറിയില്ല, നഗരകേന്ദ്രീകൃതമായ കാര്യങ്ങൾ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊട്ടം കളിക്കുന്ന നിലപാടെടുത്തു. പക്ഷേ ജഗദീഷ് നേരെ തിരിച്ച് നിങ്ങളുടെ അടുത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്താ സമ്മേളനം തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് ഇങ്ങനൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നടപടിയെടുക്കണം, പോലീസിൽ പരാതി നൽകണം, പോലീസ് അന്വേഷിക്കണമെന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എടുക്കുന്നു. അപ്പോൾ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഇങ്ങനെ രണ്ട് അറ്റത്ത് നിൽക്കുമ്പോൾ ആരെയൊക്കെയോ ഇവർ സംരക്ഷിക്കുന്നു, ആരെയൊക്കെയോ മറ്റൊരാൾ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെയല്ലേ പൊതുസമൂഹം വിലയിരുത്തുക? അല്ല, അത് ശരിയാണല്ല. കുറേ ആളുകൾ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഇതിനകത്ത് അമ്മയ്ക്കുണ്ടായിട്ടുണ്ട്, സർക്കാരിനുണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അവരെ സംരക്ഷിക്കേണ്ടതില്ല എങ്കിൽ ഈ റിപ്പോർട്ട് എത്രയോ നേരത്തെ പുറത്തു വിടാമായിരുന്നു. ഈ റിപ്പോർട്ടിൽ എത്രയോ നേരത്തെ നടപടികൾ എടുക്കാമായിരുന്നു. ഇടതുപക്ഷ സർക്കാർ ചെയ്തൊരു നല്ല കാര്യമാണ് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. കാരണം വെച്ചാൽ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും അങ്ങനത്തെ ഒരു കമ്മിറ്റി ഇല്ല, മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരത്തിൽ പരാതിപ്പെടാനായിട്ടുള്ള ഇടമില്ല. ഇവിടെ പക്ഷേ ഉണ്ടായാൽ അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള നടപടികളിലൂടെ സർക്കാർ മുന്നോട്ട് പോകേണ്ടതല്ലേ? പോയില്ല. കാരണം എന്താണ്? കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് കണ്ട കാര്യങ്ങൾ സർക്കാരിനെ തന്നെ അമ്പരിപ്പിച്ച് കാണുമെന്നാണ് എനിക്ക് വന്നത്. സർക്കാരിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള പലരും ഇത്തരത്തിലുള്ള ആളുകളാണ് എന്ന് വെച്ചാൽ പെണ്ണുപിടിയന്മാരും കള്ളുപിടിയന്മാരും തോന്നിയാസുകളൊക്കെയാണ് എന്ന കാര്യം സർക്കാർ തിരിച്ചറിഞ്ഞപ്പോൾ സർക്കാർ അന്തം വിട്ടു നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സർക്കാരിൻ്റെ ചുമതല എന്ന് പറയുന്ന അന്തം വിട്ട് നിൽക്കലല്ല, അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുത്തുകൊണ്ട് ഈ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്നതായിട്ടുള്ള ആ സ്ത്രീകളുടെ കൂട്ടായ്മയെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം എന്താണ്? നമുക്ക് കേരളത്തിലെങ്കിലും മലയാള സിനിമയ്ക്ക് വളരെയധികം പ്രശസ്തിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു കലാരൂപം എന്ന നിലയ്ക്ക് വളരെ കൃത്യമായിട്ട് അതിനോട് നമ്മുടെ ഈ സമൂഹത്തിനോട് പ്രതികരിക്കാനും നല്ല നല്ല സൃഷ്ടികൾ നടത്താനും അങ്ങനെ ഈ സിനിമാ ലോകത്ത് തന്നെ ഒരു അന്തസ്സുള്ള ഒന്നാണ് ഈ മലയാള സിനിമ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ആ അന്തസ്സ് നിലനിർത്താൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വളരെ ദുഷിച്ച വൃത്തികെട്ട ആഭാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കാനായിട്ട് എന്തെങ്കിലും സംവിധാനം വേണം. ആ സർക്കാർ ഉണ്ടാക്കിയേ പറ്റൂ. സർക്കാരിന് അവിടെ ചങ്കുറപ്പില്ലെങ്കിൽ സർക്കാർ വെള്ളത്തിലാവുമെന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങളെല്ലാം സർക്കാരിനെതിരായിരിക്കും. ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കെതിരെയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും വലിയ തരത്തിൽ ജനരോഷം ഉയരാനായിട്ടുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം ഈ മേഖലയിൽ അത്ര നല്ല സാഹചര്യങ്ങളല്ല ഉള്ളതെന്നുള്ളത്. പക്ഷേ അതിനോട് പ്രതികരിക്കാനും പോരാടാനും ദീദി ദാമറിനെ പോലെയുള്ളതായിട്ടുള്ള വനിതാ പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ എത്രയോ ശക്തമായിട്ടുള്ള രീതിയിലുള്ള നിലപാടാണ് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. അവർക്കറിയാം പക്ഷേ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും ശരിയല്ല എന്നുള്ള കാര്യം. അത് കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം സ്ത്രീകൾ സംരക്ഷിക്കപ്പെട്ടേ പറ്റൂ. സ്ത്രീകളുടെ അഭിമാനം ഉയർത്തി നിൽക്കുമ്പോൾ മാത്രമാണ് ഒരു സമൂഹത്തിൻ്റെ അന്തസ്സ് പാലിക്കാനായിട്ട് കഴിയുള്ളൂ. ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമുണ്ട് എന്ന് സർക്കാർ പറഞ്ഞിട്ട് എന്ത് കാര്യം? സ്ത്രീകൾക്കൊപ്പം നിൽക്കാനായിട്ട് സർക്കാരിന് കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പല സംഭവങ്ങളും. കലാകാരൻ പ്രഗത്ഭനായതുകൊണ്ട് കലാകാരൻ ഒരിക്കൽ പോലും സമൂഹത്തിൻ്റെ മാതൃകയായി മാറുന്നില്ല. നമുക്കറിയാം പല പ്രമുഖരായിട്ടുള്ള നടന്മാരും സംവിധായകരും എഴുത്തുകാരും ഒക്കെ കള്ളുകുടിച്ച് കൂതറകളായിട്ട് സമൂഹത്തിൽ നടമാടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. പക്ഷേ അതിനൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അതൊക്കെ അവരുടെ വലിയ തരത്തിലുള്ള ഈ പ്രതിഭയുടെ പ്രകടനമാണ് എന്ന് ചിലരൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അതൊക്കെ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നീതീകരിക്കാവുന്നതും ന്യായീകരിക്കാവുന്നതല്ല. അപ്പോൾ സമൂഹത്തിൻ്റെ പണം നൽകി സമൂഹം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സ്ഥാനമാനങ്ങളുള്ള ആളുകൾ, സർക്കാരിൻ്റെ സ്ഥാനമാനങ്ങളുള്ള ആളുകൾ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അവർക്ക് മാതൃക ഉണ്ടാവണം. ആ മാതൃകയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു വിടണം.
അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് ഇത് ഏതാനും ദിവസം അല്ല, അതിൽ അമ്മ എന്ന് പറയുന്നതായിട്ടുള്ള സംഘടനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മളത് ഇതിനെ ചെറുതായിട്ട് കണക്കാക്കാൻ പാടില്ല. കാരണം ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. കോടിക്കണക്കിന് രൂപയുടെ പണം വന്ന് പമ്പ് ചെയ്യുന്ന നടക്കുന്ന ഒരു വലിയ സംഭവമാണ്. ഒന്ന്. രണ്ട്, ആയിരക്കണക്കിനോ 10,000-കണക്കിനോ ആളുകൾ ജീവിക്കുന്നതായിട്ടുള്ളൊരു വ്യവസായം കൂടിയാണ്. അങ്ങനെ ഉള്ളൊരു വശം കൂടിയാണ്. കല മാത്രമല്ല, ഇതൊരു വ്യവസായം കൂടിയാണ്. അപ്പോൾ ഈ വ്യവസായത്തിനകത്ത് ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ അതിജീവനം പ്രധാനപ്പെട്ടതാണ്, അവരുടെ അന്തസ്സ് പ്രധാനപ്പെട്ടതാണ്. അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ബാധ്യത അമ്മയ്ക്കുണ്ട്. ആ ബാധ്യതയുടെ ഒരു റെബലിഷ് വോയിസാണ് നമ്മൾ ജഗദീഷിൽ നിന്ന് കേട്ടത്. എന്നാൽ സിദ്ദിഖ്, രണ്ടുപേരുടെയും രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒന്നാണ്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. അവിടെ കുറേ പക്വതയുടെ ഒരു തലം എടുത്ത് അണിയാനായിട്ട് സിദ്ദിഖ് ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സിദ്ദിഖിനെ അതിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം എല്ലാവരും കൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ കേൾക്കാനായിട്ട് ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സംഘടനയ്ക്കകത്ത് ഉള്ള ഒരു നുരഞ്ഞുപൊങ്ങൽ എന്ന് പറയുന്നത് ജഗദീഷിലൂടെ പ്രകടിപ്പിക്കപ്പെടണം. അതാണ് വേണ്ടത്. കാരണം എല്ലാവരും കൂടി ഇങ്ങനെ പൊതിഞ്ഞ് സുഖമായിട്ട് പുതപ്പിട്ട് മൂടി വെച്ചാൽ ഒരു കാര്യം പുറത്തു വരില്ല. ആരെങ്കിലും കേട്ട് പറയണം. അങ്ങനെ ജഗദീഷ് പറഞ്ഞു. അതുകൊണ്ട് സംഘടനയ്ക്കകത്തുള്ള ഈ ശബ്ദം, 2 ശബ്ദങ്ങളുണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ആ 2 ശബ്ദങ്ങളും ഈ സമ്മേളനത്തിൽ പ്രകടമാക്കപ്പെട്ടു, സംഘടനയ്ക്കകത്ത് പ്രകടമാക്കപ്പെടും. അതൊക്കെ വേണം, അതൊക്കെ വരട്ടെ. അങ്ങനെ വരുമ്പോൾ ഇത് ശരിയായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കാനായിട്ടുള്ള ഒരു വഴി ഒരുക്കപ്പെടുമെന്നാണ് നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.